സമാധിയാവാനും പറ്റത്തില്ലല്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധിയാവേണ്ട ആക്ക്. നമ്മളെ ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമ മുദ്ര വെച്ച് ഓരോ സമയം പ്രാണനെ ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. നിങ്ങൾ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത. അതായത് തീരുമാനിക്കുന്നതൊക്കെ അതൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ഇനി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നോക്കട്ടെ, അഡ്വക്കേറ്റ് ഒരു തീരുമാനിച്ചിട്ട് നമുക്കൊരു വിവരം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്വക്കേറ്റുമാർ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ നിലവിൽ? ആരെങ്കിലും പറഞ്ഞില്ല, രഞ്ജിത് സാറുണ്ട്. സാറ് പറയും വിവരം. അപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവരെന്താ നമുക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല, എന്താണ് അത് ന്യായത്തിന്റെ പക്ഷം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് എന്താണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പറയും. അത് പറയുമ്പോൾ ഞാൻ അത് എന്താന്ന് വെച്ചാൽ പറയും. അത് എപ്പോഴേക്ക് കോടതി പോകാനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതും അതാണ് പറഞ്ഞത്. അതും ആ ഒരു സമയത്ത് ആ പുള്ളി തീർച്ചയായിട്ടും പറയും. അപ്പോഴും നമുക്കത് പറയാം. ആ പുള്ളിയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പല തരത്തിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്നൊരു ആരോപണം ഉണ്ടാക്കണം. ഇങ്ങനെയെങ്കിലും ഒരു ഈ മഹാക്ഷേത്രം അവർക്ക് തച്ചടക്കണം. അവർക്ക് വസ്തുക്കൾ വകകളൊക്കെ വിറ്റ് പോകണം. അവരാ വസ്തുക്കളും വകകളാണ് ഇവിടെ അത്രയും കിടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് കംപ്ലീറ്റ് വിറ്റ് പോകാനുള്ള പരിപാടിയും ഇതെല്ലാം തച്ച് കയർക്കുമ്പോൾ അവർക്ക് എളുപ്പമായി, കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമുക്ക് അതിനൊരു തന്നെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് വിരോധം ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നാഗപ്രതിഷ്ഠ സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് ഓർഡറൊക്കെ വാങ്ങിച്ച് എഞ്ചിനീയർ, മുനിസിപ്പൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ പോലീസ് ഇഷ്ടംപോലെ പരാതികൾ അവിടെ പോയിട്ടുണ്ട്. അച്ഛൻ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് അച്ഛൻ ജയിച്ചതിന്റെ വൈരാഗ്യമുണ്ട്. അതെല്ലാം നമുക്ക് റെക്കോർഡ്സ് ഉണ്ട്. ഇത് ആരാണെന്നാണ് കരുതുന്നത്? ഏത് ഇതിന് പിന്നിൽ? ഇതിന് പിന്നില് എല്ലാവരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പലവർക്ക് ഈ ക്ഷേത്രം എഴുതി കൊടുക്കാത്തതിന്റെ ദേഷ്യമുണ്ട്. അമ്പലം മൊത്തത്തിൽ അവർക്ക് ഭരിക്കുവാനാണ് അതിന്റെ ദേഷ്യമുണ്ട്. നാഗപ്രതിഷ്ഠ നടത്തേണ്ട ദേഷ്യമുണ്ട്. ഈ വഴി റോഡ് നമ്മൾ കൊണ്ടുവന്നപ്പോഴേ വാശിയും വൈരാഗ്യം എല്ലാവർക്കും ഉണ്ട്. അതിനും നമ്മൾ റെക്കോർഡ്സ് ഉണ്ട്. അതും കോടതിയിൽ പോയി വിധി വാങ്ങിച്ചാണ് റോഡ് ആയത്. അമ്പലം കാണാൻ നിങ്ങൾ ഇനി വരുമ്പോൾ ഗണപതി ഇരിക്കുന്ന അത് മുതൽ ഇനി താഴെ അറ്റം വരെ ഈ ക്ഷേത്ര നട വരെയുള്ള റോഡ് കണ്ടല്ലോ, നേരെ സ്ട്രൈറ്റ്, അതെല്ലാം കോടതി വിധി പറഞ്ഞ് എടുത്ത സംഭവമാണ്. കോടതിയിൽ ഫൈറ്റ് ചെയ്താണ്, അച്ഛൻ പോയി ഫൈറ്റ് ചെയ്താണ് ഇതെല്ലാം ശരിയാക്കി എടുത്തത്. വിധിയായി നമുക്ക് കോടതി. അപ്പൊ അതും അവര് പരാജയപ്പെട്ടു. അതിലെല്ലാത്തിനും വൈരാഗ്യമുണ്ട് തീർച്ചയായിട്ടും. അതിന് ഈ സാഹചര്യം ഈ സ്വാമിയെ ഇപ്പൊ ദുരുപയോഗം ചെയ്ത് അത്രേ ഉള്ളൂ. ചുമ്മാ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ നടത്തി ഒരു നല്ലൊരു പവിത്രമായ സമാധി മണ്ഡപത്തിനെ പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞും കൊണ്ടാണ് ഇപ്പൊ തുടക്കം. ഈ സമാധി മണ്ഡപത്തിൽ ഇനി ഒരു ക്ഷേത്രമാവാനുള്ളതാണ്, യോഗീശ്വരനാണ്, ലിംഗപ്രതിഷ്ഠയും കാര്യങ്ങളാവാണ്. അപ്പൊ അത്രയ്ക്കും യോഗീശ്വരനായ അവിടെ ഇരുന്നുകൊണ്ട് അതിനേക്കാൾ പൊളിച്ചു മാറ്റെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹാരാധന പൊളിച്ചു മാറ്റും പോലെ ആയിപ്പോയി. ഈ ഇപ്പം ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം എന്ന് പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ ഒരുമാതിരി വലിച്ചു കീറും പോലെ ആയിപ്പോയില്ലേ. എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തിനു നിൽക്കുന്നത്? ഹിന്ദു എന്ന് പറയണതേ ഇനി കാണൂലല്ലെങ്കിൽ ഇതാണ് ആക്ക് സമാധിയാവാനും പറ്റത്തില്ലല്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധിയാവേണ്ട ആക്ക്. നമ്മളെ ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമ മുദ്ര വെച്ച് ഓരോ സമയം പ്രാണനെ ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. നിങ്ങൾ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത.